ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു എൻ്റെ ഒരു അഭിപ്രായമായിട്ടാണ്. അപ്പോൾ അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉണ്ട് കുഞ്ഞുമക്കൾ. അവരൊക്കെ ഇന്ന് ഇപ്പം നമ്മുടെ ഒരാഴ്ച കൂടി 1-2 ആഴ്ച കൂടി കഴിയുമ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങും. LKG തുടങ്ങി ഡിഗ്രി പഠിക്കുന്ന മക്കൾ വരെ. അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന പിള്ളേരുടെയൊക്കെ ആ ബുദ്ധിമുട്ടുകളൊക്കെ പാരൻസിനും കുട്ടികൾക്കും അധ്യാപകർക്കും നല്ല ഒരു സുഖം തന്നെയായിരിക്കും. രാവിലെ പോകുന്ന ആ ഒരു സീൻ ഭയങ്കര ഒരു സുഖമുള്ള ഏർപ്പാടായിരിക്കും. അതൊക്കെ ഒന്ന് ചെറിയ എൻ്റെ അഭിപ്രായം പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കുട്ടികളെയൊക്കെ ഇന്ന് രാവിലെ സ്കൂളിൽ വിടുന്ന ആ ഒരു ടെൻഷൻ ഭയങ്കര ടെൻഷൻ തന്നെയാണ്. ഉദ്യോഗസ്ഥരായ അമ്മമാർക്കും അതുപോലെ വീട്ടിലിരിക്കുന്നവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. വീട്ടിലെ ജോലിയാണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഓഫീസിൽ പോകുന്ന അമ്മമാർ കുട്ടികളെ രാവിലെ ഒരു കുട്ടിയുണ്ടാവും, ചിലപ്പോൾ 2 കുട്ടിയുണ്ടാവും, 3 കുട്ടികളും അങ്ങനെ കുട്ടികളുണ്ടാകുമ്പോൾ അവരെ ഒരാൾ LKGയിലായിരിക്കും, ഒരാൾ 2nd സ്റ്റാൻഡേർഡിലായിരിക്കും, ഒരാൾ കുറച്ചുകൂടി അതിലും മുതിർന്ന സ്കൂളിലായിരിക്കും. ഇവരെയൊക്കെ വിടുന്നത് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നല്ല കഷ്ടപ്പാട് തന്നെയാണ്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ നമുക്ക് എങ്ങനെ രാവിലെ കുറച്ച് ഈസി ആയിട്ട് അവരെ സ്കൂളിൽ വിടാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയാം, എന്നിരുന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം കൂടി പറയുവാണേ. നമുക്ക് അവരുടെ യൂണിഫോം, അതുപോലെ സോക്സുകൾ, അവരുടെ അണ്ടർവെയറുകൾ എല്ലാം, ഡ്രസ്സുകൾ എല്ലാം നമുക്ക് തലേ ദിവസം തന്നെ, ഇപ്പം തിങ്കളാഴ്ച പോകാൻ ഉള്ളത് ഞായറാഴ്ച നമ്മളതെല്ലാം നമ്മുടെ ടൈം പോലെ നമുക്ക് ഓഫീസിലൊന്നും പോകണ്ടാന്ന് നമ്മുടെ വീട്ടു ജോലിയെല്ലാം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്കൊരു വൈകിട്ട് നമ്മൾ ഫ്രീ ടൈമിൽ സിനിമ കാണുന്ന അല്ലെങ്കിൽ ഫിലിം കാണുന്ന അല്ലെങ്കിൽ TV കാണുന്ന ആ ടൈം ഉണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് അയൺ ചെയ്ത് അറേഞ്ച് ചെയ്ത് ഒക്കെ വെക്കാം. സെറ്റായിട്ട് വെക്കണം. യൂണിഫോം, സോക്സ്, അണ്ടർവെയറുകൾ, അവർക്കിടാവുന്ന എല്ലാ സ്ഥലവും സെറ്റായിട്ട് നമുക്ക് വെക്കാൻ സാധിക്കണം. അതൊരു എളുപ്പമുള്ള പരിപാടിയാണ്. അത് നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും സേഫായിട്ടൊരു സ്ഥലത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ രാവിലെ എടുത്ത് അത് അവൻ്റെ കയ്യിൽ കൊടുത്ത് അവനത് ഇടാൻ പാകത്തിനുള്ള കുട്ടിയാണെങ്കിൽ അവനത് അവളത് ഇട്ടുകൊടുക്കും. ഡ്രസ്സ് ചെയ്യാൻ പഠിപ്പിക്കണം പിള്ളേർ. അതുപോലെ ഷൂ നമ്മൾ രാത്രി തന്നെ എടുത്ത് അത് അഴുക്കാണെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതും അവനെ കൊണ്ട് തന്നെ അതും എടുപ്പിച്ച് വെക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ അവരുടെ ടിഫിൻ തയ്യാറാക്കുന്നത്, അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത്, നമ്മൾ ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തലേ ദിവസം തന്നെ, ഇപ്പോൾ പിന്നെ വല്ല ബ്രെഡോ സാൻഡ്വിച്ചോ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അത് തലേ ദിവസം തന്നെയൊക്കെ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമല്ലോ. അതിനുള്ള സാമ്പാറാണെങ്കിലും അതിൻ്റെ ചട്നിക്കുള്ള തേങ്ങയൊക്കെ അറേഞ്ച് ചെയ്ത്, തേങ്ങ ചിരകിയതെല്ലാം കിട്ടുന്നുണ്ട്. അല്ലാത്തവർ തേങ്ങ ചിരണ്ടിയൊക്കെ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കാം. സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം നമ്മൾ തലേ ദിവസം അരിഞ്ഞ് വെക്കുക. പറ്റുമെങ്കിൽ പരിപ്പും ഒക്കെ വേവിച്ച് വെക്കുക. കുറേ അമ്മമാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാലും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം അത് നമുക്ക് ചെയ്യാൻ സാധിക്കണം. പിന്നെ രാവിലെ നമുക്ക് അത്ര വലിയ ജോലിയായിട്ട് തോന്നില്ല. അവരുടെ ടിഫിൻ ബോക്സ്, പിന്നെ സ്നാക്സിൻ്റെ ബോക്സ്, വാട്ടർ ബോട്ടിൽ എല്ലാം ക്ലീൻ ചെയ്ത് അതും നമ്മൾ തലേ ദിവസം തന്നെ എടുത്ത് രാത്രി കിടക്കുന്നതിന് മുമ്പ് അതൊന്ന് അറേഞ്ച് ചെയ്യാം. അതും അന്വേഷിച്ച് നടക്കണ്ട. ബോക്സ് എവിടെ, അതെവിടെ, വാട്ടർ ബോട്ടിൽ എവിടെയെന്ന് അന്വേഷിച്ച് നടക്കണ്ട. അതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മൾ പോകാനുള്ള നമ്മുടെ ഡ്രസ്സും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ സാരി ഉടുക്കുന്നവരാണെങ്കിൽ സാരി എല്ലാം, അതിനുള്ള ബ്ലൗസും അണ്ടർ സ്കേർട്ടും അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുക. ചുരിദാറാണെങ്കിൽ അത് സെറ്റായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഷോൾ ഉണ്ടെങ്കിൽ ഷോൾ, അല്ലെങ്കിൽ കുർത്തിയൊക്കെ ആണെങ്കിൽ പാൻറ്റും ടോപ്പും ഒക്കെ അതൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് രാവിലെ നമ്മൾക്ക് ഒരു ഇത്തിരി അരമണിക്കൂർ ലേറ്റായി എണീറ്റാലും നമുക്ക് ഈസി ആയിട്ട് കുട്ടികളെ പറഞ്ഞു വിടാൻ സാധിക്കും. ഇല്ല, നമ്മൾ ഹറിബറി ആയിട്ടാണെങ്കിൽ നമുക്ക് ടെൻഷൻ വരും, കുട്ടികൾക്കും വിഷമം വരും. അവരെ ഒന്നും നമ്മൾ രാവിലെ വഴക്ക് പറഞ്ഞ് ഇതൊക്കെയൊക്കെ നമ്മൾ വിടുമ്പോൾ നമുക്ക് തന്നെ ഒരു മനപ്രയാസവും. ഞാൻ അവനെ വഴക്ക് പറഞ്ഞാൽ ഓഫീസിലൊക്കെ പോയിരിക്കുമ്പോൾ നമുക്കുണ്ടാവും, നമ്മൾ അവനെ ചീത്ത വിളിച്ചിട്ടാണല്ലോ വിട്ടത് എന്നൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നാം.
പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർ പല കുട്ടികളും പല വീടുകളിൽ നിന്നും പല മാതാപിതാക്കളുടെയും മക്കളാണ്. എല്ലാ കുട്ടികളും ഒരേപോലെയല്ല. അവർക്ക് ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. ഇപ്പോഴത്തെ ഭക്ഷണ രീതികളെല്ലാം അങ്ങനെയാണ്. പിന്നെ എല്ലാ പിള്ളേരും ഒരു ഫാമിലിയിൽ ഇങ്ങനെ അടച്ചു കൂട്ടി ഈ ഫ്ലാറ്റുകളിലൊക്കെ കളിക്കാൻ പോകാൻ സാഹചര്യം ഇല്ലാതെയൊക്കെ ഇങ്ങനെ വളരുന്ന മക്കൾ ഒക്കെ അവർക്ക് ഇത് ഇച്ചിരി കൂടും. അവർക്ക് ഒരു പിരിവിരിപ്പ് കൂടലാണ്. അപ്പം അവർ സ്കൂളിൽ ചെന്നാലും അത് കാണിക്കും. അവർക്ക് സ്കൂളെന്ന് പറയണത് പഠിക്കാൻ കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത് പഠിക്കാൻ വരുന്ന സ്ഥലമാണ്, നമ്മൾ വിദ്യാഭ്യാസം ചെയ്യേണ്ട സ്ഥലമാണ്, നമ്മളവിടെ അടങ്ങിയിരിക്കണം, നമ്മൾ പഠിക്കണം എന്നുള്ള ആ ബോധമൊന്നും എല്ലാ പിള്ളേർക്കും ഉണ്ടാകണമെന്നില്ല. ഉണ്ടാകുന്ന മക്കളും ഉണ്ടാവും. പക്ഷേ കുഞ്ഞു മക്കളാകുമ്പോൾ അവരെന്താ വിചാരിക്കണം, ഈ വീട്ടിൽ നിന്ന് വന്നത് കളിക്കാനുള്ള സ്ഥലമാണ്, കുറേ കുട്ടികളെ കാണുന്നു, ഹായ് സന്തോഷം കൊണ്ട് അവരവിടെ മതി മറന്ന് ഓടിക്കളിച്ച് ചാടി. അപ്പം ഈ ടീച്ചർ ചിലപ്പം ചില ക്ലാസ്സുകളിൽ ആദ്യമൊക്കെ 40 കുട്ടികൾ 60 കുട്ടികൾ ഉണ്ടാവും. ചിലപ്പോൾ അത് മാനേജ് ചെയ്യും. അവർ കുറച്ച് കഴിയുമ്പോൾ അത് 30 35 കുറക്കും. എന്നിരുന്നാലും നമ്മൾ ഒരു കുട്ടീനെ 2 കുട്ടീനെ മാനേജ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടും നമ്മൾ വീട്ടിൽ. ആ സമയത്ത് ഇത്രയും മക്കളെ, ഇത്രയും സ്റ്റുഡൻസിനെ ഈ ടീച്ചർമാർ വളരെയധികം കഷ്ടപ്പെടും, പഠിപ്പിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ ഓരോന്നോ കുസൃതികൾ ഒപ്പിക്കും. അപ്പോൾ എല്ലാവരെയും ടീച്ചർമാർക്ക് ഒരേപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പല വീടുകളിൽ നിന്നും പല തരത്തിലുള്ള പല സ്വഭാവമുള്ള മക്കൾ വരുമ്പോൾ അവർ കാണിക്കുന്നത് എന്താണ്, അപ്പം അവർക്ക് പല രീതിയിൽ മക്കളോട് പെരുമാറണം. ചില ടീച്ചേഴ്സുകൾ എനിക്ക് എൻ്റെ അനുഭവത്തിലുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പണം ഒരു സാമ്പത്തിക സ്ഥിതി ഉള്ള മക്കളെ കുറച്ചുകൂടി ഒരു കെയറിങ് ഉണ്ടാവും. കുറച്ച് നല്ല പഠിക്കണ മക്കളെയൊക്കെ ഫ്രണ്ട് സീറ്റിലിരുത്തും, പഠിക്കാത്ത മക്കളെയൊക്കെ ബാക്ക് സീറ്റിലിരുത്തും, കുസൃതിയുള്ള മക്കളെയൊക്കെ നീ പോയി. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുക കേട്ടോ. ഞാൻ സെയിൻറ്റ് ആൻ്റണീസിലാണ് പഠിച്ചത്, എറണാകുളത്ത്. ചെറിയ 7ാം ക്ലാസ് വരെ നമ്മളെയൊക്കെ ബാക്ക് സീറ്റിലാണ്. എൻ്റെ സീറ്റ് ബാക്കാണ്. അത്രയും ഉണ്ടായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ്. അപ്പം ആ വികൃതിയുള്ളവരെയൊക്കെ ബാക്കിലിരുത്തും. ഞാൻ പറയുന്നതെന്നറിയോ, ഇപ്പോഴത്തെ ടീച്ചേഴ്സൊക്കെ പറയണത് ഭയങ്കര സ്നേഹമാണ്. നമുക്ക് അവരോടൊക്കെ സംസാരിക്കാം, നമുക്ക് അവരോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം. ഞാനൊക്കെ എൻ്റെ ഈ പേരക്കുട്ടികളുടെ, എൻ്റെ മകൻ്റെ മക്കളുടെയും മകളുടെ മക്കളുടെയും സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹത്തോടുകൂടിയും ഭയങ്കര ബഹുമാനത്തോടുകൂടിയും സംസാരിക്കണം. പണ്ടൊന്നും അങ്ങനെയല്ല. സിസ്റ്റേഴ്സുമാരൊക്കെ നമ്മളിങ്ങനെ കൈകൂപ്പി നിന്നാണ് സംസാരിക്കണം. നമുക്ക് പേടിയാണ്, അത്ര പേടിയാണ് നമുക്ക് കാര്യം. ഇവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ, കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ ആഴ്ചയിലൊരു മാസത്തിലൊരു പ്രാവശ്യം അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു കൗൺസിലിംഗ് പോലെ കുട്ടികളോട് നിങ്ങൾക്ക് പഠിക്കാൻ ഇച്ചിരി ബാക്കിലൊക്കെ ആകണ പിള്ളേർ, അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കണ പിള്ളേരെയൊക്കെ നമ്മൾ വിളിച്ചിരുത്തിയിട്ട് നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്താ മോൻ്റെ എന്താ വിഷമം, മോനെന്താ പ്രയാസം, മോനെന്താ പഠിക്കാൻ ഇങ്ങനെ പുറകോട്ടായിരിക്കണമെന്ന്. അങ്ങനെ കൗൺസിലിങ്ങൊക്കെയാണ് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പം അത് വളരെ നല്ല ഒരു കാര്യമായിരിക്കും. മക്കളോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്, അവരുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ അറിയണമല്ലോ, എന്താ അവരുടെ പ്രശ്നമെന്ന്. അങ്ങനെ ടീച്ചർമാർ ഒരു വേർതിരിവില്ലാതെ മക്കളോട് ഒന്ന് ഇടപഴകുന്നത് നല്ലതായിരിക്കും. മക്കളെ എല്ലാവരും ചേർത്ത് നിർത്തി. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം സ്കൂളുകളിലാണ് മക്കൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അവർക്ക് അമ്മമാരെന്ന് പറയണത് ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പം അവരോട് വളരെ നല്ല രീതിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ കുട്ടികൾ, ഈ കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾ, ഒരു ഡിഗ്രി +2 ഒക്കെ ആകുമ്പം അവർ കുറച്ച് ഇതിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തുവാണെങ്കിൽ, പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന മക്കളുണ്ട്, ചിലപ്പം ഭക്ഷണം ഉണ്ടാവില്ല, ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുവരാനായിട്ട് കഴിവില്ലാത്ത മക്കളുണ്ട്. അവരെയൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞ് നമ്മൾ ടീച്ചേഴ്സൊക്കെ ഒന്ന് ഊണ് കൊണ്ടുവന്നതിൽ കൊടുക്കുന്ന ഒരുപാട് ടീച്ചേഴ്സുണ്ട് കേട്ടോ. ഒരുപാട് ഞാൻ എൻ്റെ അറിവിലുണ്ട് ടീച്ചേഴ്സുമാർ. അവരൊക്കെ ഊണ് കൊണ്ടുവന്ന് കൊടുക്കുന്നവരുണ്ട്, അവരെ ഷെയർ ചെയ്യുന്നവരുണ്ട്. അത് അല്ലാത്തവരോടാണ് ഞാനീ പറയുന്നത്. അവരെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തി അവർക്ക് ഫുഡ് ഇല്ലാത്തവർക്ക് കുറച്ച് ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും.
അപ്പം ഞാൻ പറഞ്ഞത് ഈ നമ്മളിപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന മക്കളെയൊക്കെ ഇപ്പം ഈ അടുത്ത ദിവസം ഈ കുഞ്ഞിൻ്റെ പ്രശ്നം ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ഈ അംഗനവാടിയിൽ പോകുന്നുണ്ട് ഈ കുട്ടി, അവർ പോലും ഈ ഇത്രയും ദിവസം എല്ലാ ദിവസവും പോകുന്ന കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അവർ മനസ്സിലാക്കിയില്ല എന്ന് പറയുമ്പോൾ, നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പാരൻസ് അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ ആരാന്ന് വെച്ചാൽ അവരത് മനസ്സിലാക്കില്ലേ. ഇപ്പോൾ അമ്മൂമ്മ എന്നുള്ള സ്ഥിതിയിൽ ഞാൻ അത് മനസ്സിലാക്കും, എന്താണ് കുട്ടിയുടെ വിഷമമെന്ന്, എവിടെയെങ്കിലും വേദനയുണ്ടെങ്കിൽ. ഇവരൊക്കെ എന്തുകൊണ്ടത് മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുട്ടിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു, അതുപോലെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു, പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ ഒരു വിഷമം ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അവൾ ഓടിക്കളിച്ച് കുഞ്ഞാണ്, അതിനൊന്നും പറയാനറിയില്ല. അതിന് 4 പിള്ളേരെ കാണുമ്പോൾ അവരുടെ കൂടെ കളിക്കാനുള്ള അപ്പോൾ എല്ലാ മക്കളും അങ്ങനെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ലോകം അതാണ്. അവർക്ക് കളിയാണ് ഏറ്റവും പ്രധാനം. അവർക്ക് തോന്നുന്നത് ഇത് വലിയ തലയിലൊന്നും കയറ്റി വെക്കാനല്ല ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾക്ക് കളിക്കാനുള്ള ഒരിടം, ഞങ്ങൾക്ക് കൂട്ടുകാരുണ്ട്, അവിടെ ഫ്രണ്ട്സ് ഉണ്ട്. ഇവിടെ എൻ്റെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. എൻ്റെ ഒരു കുഞ്ഞ് ഇപ്പം 3rd സ്റ്റാൻഡേർഡിലോട്ടാകുകയാണ്. അവന് 1st സ്റ്റാൻഡേർഡിലാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവൻ 8:30 വണ്ടി വരും, അവൻ്റെ കൊണ്ടുപോകാനുള്ള വണ്ടി വരും, സ്കൂൾ വണ്ടി. ആ വണ്ടി 8 മണിക്കാകുമ്പോൾ അവൻ ഒരുങ്ങി പിടിച്ച് അവൻ ബാഗ് ഇങ്ങനെ ബാക്കിലിട്ടിട്ടാണ് അവൻ ഇരിക്കുന്നത്. അവന് പോകാൻ ഇഷ്ടം. കാരണം എന്നറിയാമോ, അവനിവിടെ കളിക്കാനാളില്ല, അവൻ്റെ ഇത് നടക്കുന്നില്ല. അപ്പോൾ അവൻ്റെ വിചാരം അവന് സ്കൂളെന്ന് പറയുന്നത് കളിക്കാനുള്ള സ്ഥലമാണ്. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു, മോൻ വലിയ കുട്ടിയായി, മോൻ 3rd സ്റ്റാൻഡേർഡിലോട്ടായി, മോൻ ഇനി പഠിക്കാനാണ് പോകുന്നത്, ഇനി കൂടുതൽ പഠിക്കാനുണ്ടാവും. അപ്പോൾ മോൻ അവിടെ പോയിട്ട് കളിക്കാൻ ടൈം ടീച്ചർ തരും. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ കളിക്കേണ്ടത്. അല്ലാതെ കൊണ്ട് അവിടെ ചെന്ന് എടാ എങ്ങനെയാടാന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കാതെ ടീച്ചറിനെ ശ്രദ്ധിച്ച് നമ്മൾ ടീച്ചർ പറയുന്നത് കേട്ട് നല്ല രീതിയിൽ പഠിച്ച ടീച്ചർമാർക്ക് മോനെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ മോൻ പഠിക്കണം കേട്ടോ. കളിക്കാനല്ല നമ്മൾ സ്കൂളിൽ പോകണം, കളിക്കാൻ നമുക്കൊരു സമയം തരും അവർ, അപ്പോഴേ നമ്മൾ കളിക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി മോൻ ഭയങ്കര വികൃതിയാണെന്ന് പറയിപ്പിക്കരുത് കേട്ടോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മൾ മക്കളെ വിടണം. അപ്പോൾ എല്ലാ സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ അഡ്വാൻസായിട്ട് എൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. എല്ലാ കുഞ്ഞുമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കണം. നാളെ വരാം കേട്ടോ. എല്ലാവരും കാണണം, എനിക്ക് എന്നെ ഫോളോ ചെയ്യണം കേട്ടോ. എല്ലാവരും മുഴുവനായിട്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.